നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ചിക്കമംഗളൂരുവിൽ മരണപ്പെട്ട പാലക്കാട് സ്വദേശി ശ്രീനന്ദയ്ക്ക് വിട നൽകി ജന്മനാട്. കടമ്പഴിപ്പുറത്തെ വീട്ടിലെ പൊതുദർശനത്തിൽ നാട്ടുകാരും സഹപാഠികളും ഉൾപ്പെടെ നിരവധി പേർ ആദരാഞ്ജലി അർപ്പിച്ചു. ശ്രീനന്ദയുടെ തലയുടെ വലതു ഭാഗത്തേറ്റ ഗുരുതര പരിക്കാണ് മരണകാരണമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സംസ്ഥാനത്തെ ഭരണ തുടർച്ച ഉറപ്പിച്ച് ഇടതുമുന്നണി കാത്തിരിക്കുമ്പോൾ CPM-CPI നേതൃയോഗങ്ങൾക്ക് തുടക്കം. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേരുന്നു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ. ഭൂരിപക്ഷം കുറഞ്ഞാലും ഭരണത്തിൽ വരുമെന്ന കണക്കുകൂട്ടലിൽ ഉറച്ച നേതാക്കൾ. സിറ്റിംഗ് മണ്ഡലങ്ങൾ കൈവിടില്ല എന്ന ആശ്വാസത്തിൽ ഇടതുമുന്നണി. കോഴിക്കോട് ജില്ലയിൽ ഇടതുമുന്നണിക്ക് കനത്ത തിരിച്ചടിയുണ്ടാകുമെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ പ്രാഥമിക വിലയിരുത്തൽ. ജില്ലയിലെ ആകെ 13 മണ്ഡലങ്ങളിൽ സിറ്റിംഗ് സീറ്റുകൾ ഉൾപ്പെടെ 4 എണ്ണം നഷ്ടപ്പെട്ടേക്കുമെന്ന് പാർട്ടി കണക്കുകൂട്ടൽ. കടുത്ത വെല്ലുവിളി നിലനിൽക്കുന്നത് കൊടുവള്ളി, വടകര, നാദാപുരം, കോഴിക്കോട് സൗത്ത് എന്നീ മണ്ഡലങ്ങളിൽ. കോഴിക്കോട് സൗത്തിലെ സിറ്റിംഗ് MLA അഹമ്മദ് ദേവർകോവിൽ പരാജയപ്പെടുമെന്നും വിലയിരുത്തൽ. LDFന്റെ ആദ്യഘട്ട കണക്കെടുപ്പ് പൂർത്തിയായപ്പോൾ ഇത്തവണ കോട്ടമെന്ന് റിപ്പോർട്ട്. കണ്ണൂരിലെ സിറ്റിംഗ് സീറ്റുകളിൽ 2 എണ്ണം നഷ്ടമായേക്കുമെന്ന് വിലയിരുത്തൽ. പയ്യന്നൂരും തളിപ്പറമ്പും കല്യാശ്ശേരിയിലും ധർമ്മടത്തും തലശ്ശേരിയിലും കൂത്തുപറമ്പും നിലനിർത്തും. പേരാവൂരിൽ പ്രവചനാതീതമെന്ന് വിവരം. മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം കുറയുമെന്നും വിലയിരുത്തൽ. കോൺഗ്രസിൽ നടക്കുന്ന മുഖ്യമന്ത്രി ചർച്ചകൾക്കെതിരെ കെ മുരളീധരൻ. മുഖ്യമന്ത്രി ചർച്ച ശരിയല്ല. മുഖ്യമന്ത്രി ചർച്ചയിലേക്ക് അനാവശ്യമായി പോയി ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത്. മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ ഹൈക്കമാൻഡിന് ചില മാനദണ്ഡങ്ങളുണ്ട്. അതിനു മുൻപ് പരസ്യ പ്രസ്താവന പാടില്ല എന്നും കെ മുരളീധരൻ. FCRA ഭേദഗതിക്കും BJPക്കുമെതിരെ ദീപിക ദിനപത്രത്തിന്റെ എഡിറ്റോറിയലിൽ വീണ്ടും വിമർശനം. ഭീഷണിയുടെ സ്വരത്തെ ഭയക്കുന്നതല്ല കാത്തോലിക്ക സഭയുടെ പാരമ്പര്യമെന്ന എഡിറ്റോറിയൽ. തീവ്രവാദത്തിനെതിരായ നീക്കങ്ങൾക്ക് നൽകുന്ന പിന്തുണ എന്ത് അക്രമത്തിനുമുള്ള ബ്ലാങ്ക് ചെക്കല്ല. ഭീഷണിയുമായി വരുന്ന കേരളത്തിലെ പ്രാദേശിക രാഷ്ട്രീയ കവലച്ചട്ടമ്പികളും അത് മറക്കരുതെന്നും എഡിറ്റോറിയലിൽ വിമർശനം. ദീപിക കോൺഗ്രസിന് വേണ്ടി വിടുപണി ചെയ്യുന്നുവെന്ന് ആവർത്തിച്ച് ഷോൺ ജോർജ്. കഴിഞ്ഞ 6 മാസമായി വീക്ഷണവും ദീപികയും ചെയ്യുന്നത് ഒരേ പണി. ക്രിസ്ത്യാനികളുടെ മുഖപത്രം എന്ന ലേബലിൽ BJPയെ വിമർശിക്കേണ്ട എന്നാണ് ചൂണ്ടിക്കാട്ടിയതെന്നും ഷോൺ ജോർജ്. ഫാരിസ് അബൂബക്കറിന്റെ പത്രത്തെക്കുറിച്ച് ഒന്നും പറയാനില്ലെന്ന് PC ജോർജ്. കവലച്ചട്ടമ്പി എന്ന് ഉദ്ദേശിച്ചത് ഫാരിസ് അബൂബക്കറിന്റെ വാപ്പയെ ആയിരിക്കും. പാലായിലെ ബിഷപ്പുമാരുമായി വലിയ ആത്മബന്ധമുണ്ട്. 2-3 ബിഷപ്പുമാർ മാത്രമാണ് പ്രശ്നക്കാരെന്നും PC ജോർജ്. പരാജയഭീതിയിൽ വിറളി പൂണ്ടാണ് PC ജോർജും ഷോൺ ജോർജും സഭാ നേതൃത്വത്തെ അധിക്ഷേപിക്കുന്നതെന്ന് ഹൈബി ഈഡൻ. അച്ഛനും മകനും ചേർന്ന് ഒരു വിഭാഗത്തെ ആക്രമിക്കുന്നു. കേരളത്തിലെ പൊതുസമൂഹം ഇത് അനുവദിക്കില്ലെന്നും ഹൈബി ഈഡൻ.